ആ ഹലോ, ഹാപ്പി ഓണം. എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഓണമൊക്കെ ആഘോഷിച്ച് അടിപൊളിയായിട്ടിരിക്കുന്നുണ്ടാവില്ലേ? ഇപ്പോൾ മൂന്നോണമാണ്. ഞാൻ എൻ്റെ ഉത്രാടത്തിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഞങ്ങളുടെ തൃശ്ശൂർക്കാരുടെ ഓണം കൊള്ളലും പർച്ചേസിങ്ങും എൻ്റെ എന്താ പറയുക ജോലി സ്ഥലത്തേക്കുള്ള ഒരുക്കങ്ങളും അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ അതാ തലേദിവസം തന്നെ ഞാൻ എന്തായാലും പിറ്റേ ദിവസം രാവിലെ നമുക്ക് അത്ര സമയം ഉണ്ടാവില്ല, സാരി കൊടുത്ത് പോകണ്ടേ. അവിടെ ഓണം സെലിബ്രേഷനാണ് ഉത്രാടത്തിൽ. അപ്പോൾ ഞാൻ അതിൻ്റെ തലേദിവസം രാത്രി തന്നെ എൻ്റെ അത്യാവശ്യം പണിയാണ്. ഗോതമ്പ് പുട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത്തിരി കൂടുതൽ ഉണ്ടാക്കിയ പിറ്റേ ദിവസത്തേക്കും ഇരുന്നോളും, അങ്ങനെ കേടാവാറൊന്നുമില്ല. പിന്നെ നാളികേരം അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഒന്ന് ചൂടാക്കി അത് കറക്റ്റായിട്ട് ഇരുന്നോളൂ കേട്ടോ. നമ്മൾ രാത്രി ഏകദേശം 8 മണി 9 മണിയൊക്കെ ആയിട്ടല്ലേ ഉണ്ടാക്കുന്നത്. ഇപ്പം ഞാൻ പുട്ടുണ്ടാക്കുക ഇങ്ങനെയാണ് കേട്ടോ. ഗ്ലാസ്സിൽ ഇങ്ങനെ അമർത്തി ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് പെട്ടെന്ന് ഉണ്ടാക്കി കഴിയുക പുട്ടിൻ്റെ പരിപാടി. പിന്നെ കൊഴുവയാണ് വാങ്ങിച്ചത്. ശ്രീകുട്ടനെ ചെറുമീനുകൾ കഴിച്ചോന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് വിചാരിച്ചിട്ട് ഞാൻ വാങ്ങിച്ചതായിരുന്നു. അപ്പോൾ അവൻ പറഞ്ഞപ്പോൾ കഴിക്കണില്ല, കുറച്ചും കൂടിയൊക്കെ കഴിഞ്ഞിട്ട് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അവൻ കഴിച്ചില്ല കേട്ടോ. അപ്പോൾ എനിക്കൊരു വിഷമമായി. ഞാൻ അവന് കഴിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ട് മീൻ വാങ്ങിച്ചാൽ കുറേ നാളായിട്ട് ഇറച്ചി മീൻ വാങ്ങിക്കാറില്ല. അവന് പത്തിയാണ് ട്രീറ്റ്മെൻറ്റ് എടുക്കണതിൻ്റെ ആണ് കേട്ടോ. അപ്പോൾ പിന്നെ എന്താ ചെയ്യുക, എന്തായാലും വാങ്ങിച്ചു. പിന്നെ ഇവിടെ അമ്മയ്ക്കും ആദ്യത്തിനൊക്കെ മീൻ കിട്ടാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. ആദ്യത്തെ മീൻ കൊതിയനാണ് കേട്ടോ. ചിക്കനൊന്നും അങ്ങനെ വാങ്ങിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ മീൻ അവൻ ഇടയ്ക്ക് കിട്ടണം. ഇന്നും അവൻ എന്നോട് ഇന്ന് മീൻ വറുത്തുണ്ടോ അമ്മയെന്ന് ചോദിച്ചു. ഇന്നലെ വരെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇന്നലെ അല്ല, മിനിഞ്ഞാന്ന് വരെയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഇന്നൊക്കെ കഴിയില്ലേ. അങ്ങനെ ഞാൻ കുറച്ച് മീൻ വറക്കാനായിട്ട് എടുത്തു വെച്ചു പിറ്റേ ദിവസത്തേക്ക്. പിന്നെ കുറച്ച് മീൻ വറുത്തു, കുറച്ച് കറി വെച്ചു. അങ്ങനെ എല്ലാതും റെഡിയാക്കി വെച്ചു കേട്ടോ തലേദിവസം തന്നെ. അപ്പോൾ രാവിലെ എഴുന്നേറ്റിട്ട് നമുക്ക് ഉത്രാടത്തിന് ശരിക്കും നോൺ വെജാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ. തൃശ്ശൂരും അങ്ങനെ തന്നെയാണ്. പക്ഷേ അങ്ങനെ ഇപ്പോൾ ചിലപ്പോൾ ഞാൻ ബിരിയാണിയൊക്കെ വയ്ക്കാറുണ്ട്. ഈ ഒരു ദിവസം എനിക്കത് ശ്രീകുട്ടൻ കഴിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് അത്ര വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായില്ല. ഞാനത് കാരണം മീനാക്കിയത് കേട്ടോ. അപ്പോൾ തലേദിവസം വെച്ച് വെച്ചാൽ നമുക്ക് പിറ്റേ ദിവസം ആ മീൻ കറി എടുക്കാമല്ലോ. തുടക്കത്തിൽ കാണിച്ച ആ വീഡിയോ ഉണ്ടല്ലോ, നമ്മുടെ ഇവിടെ കുരിശുമൂലേര അവിടെ ഒരു ഷോപ്പിൽ നിന്നാണ് കേട്ടോ. അവിടെ മുളക് പൊടിയും പുട്ടുപൊടി ഗോതമ്പ് പൊടിയും അങ്ങനെ മിക്ക സാധനങ്ങളും അവർ തന്നെ വാങ്ങിച്ച് പൊടിച്ച് പാക്കറ്റിലാക്കി വിൽക്കണതാണ് കേട്ടോ. പ്രിസർവേറ്റീവ്സ് ഒന്നും ഇല്ല എന്നാണ് പറയണത്. അപ്പോൾ അങ്ങനെ അത് കാരണം അവിടെ നിന്ന് വാങ്ങിച്ചു. അപ്പോൾ നാളികേരത്തിന് അവിടെ വില കുറവുണ്ടായിരുന്നു, അങ്ങനെ അതൊക്കെ വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ ഇവിടെ അടുത്തുള്ളവരൊക്കെ ആണെങ്കിൽ അങ്ങനെ പ്രിസർവേറ്റീവ്സ് ഇല്ലാത്ത സാധനങ്ങൾ കിട്ടണം എന്നുണ്ടെങ്കിൽ മുളക് പൊടി മഞ്ഞൾപ്പൊടിയും ഒക്കെ ഉണ്ട്, അവിടെ നിന്ന് വാങ്ങിക്കണമെങ്കിൽ വാങ്ങിക്കാം കേട്ടോ. ഞാനങ്ങനെ അത് വാങ്ങിച്ചു കൊണ്ടുപോകുന്നു. ഇത്തിരി റേറ്റ് കൂടുതലുള്ള വെളിച്ചെണ്ണയ്ക്കും ഇതിനൊക്കെ അവർ തന്നെ ആട്ടണ വെളിച്ചെണ്ണയാണ്. നല്ല മണം കേട്ടോ വെളിച്ചെണ്ണയ്ക്കൊക്കെ. അപ്പോൾ അതാ വടുകപ്പുളി നാരങ്ങ ഞാൻ വീട്ടിലേക്ക് നമുക്ക് തികഞ്ഞില്ല, അപ്പോൾ അത് കുറച്ചും കൂടി ഇട്ടു കേട്ടോ. നല്ല സെയിലുണ്ടായിരുന്നു. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞു എന്ന് തോന്നുന്നുണ്ട്. അടുത്ത കൊല്ലം നമുക്ക് ഇതിനേക്കാൾ ഇരട്ടി സെയിലാക്കണം കേട്ടോ. വാങ്ങിച്ചവരൊക്കെ നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. വളരെ നല്ല അഭിപ്രായം. ആകെ ഒരാളങ്ങോട്ട് നാരങ്ങയ്ക്ക് കയ്പുണ്ടെന്ന് പറഞ്ഞു. നാരങ്ങയ്ക്ക് പിന്നെ കയ്പില്ലാണ്ടിരിക്കില്ല, നമ്മൾ അതെ ചെറിയൊരു കയ്പെങ്കിലും ഇല്ലാണ്ടിരിക്കില്ല. കയ്പ് അധികം ഉള്ള നാരങ്ങ ആയിരുന്നില്ല, പക്ഷെ അവർക്ക് എന്തോ കയ്പുണ്ടെന്ന് പറഞ്ഞു. ചിലവർക്ക് ഒട്ടും കയ്പില്ല എന്ന് വെച്ചാൽ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കണ നാരങ്ങാച്ചാറിൻ്റെ പോലെ വിചാരിക്കുന്നുണ്ടാവും. അത് കെമിക്കലൊക്കെ ചേർത്ത് അതിൻ്റെ കയ്പൊക്കെ കളഞ്ഞിട്ടാണ് അവരിടുന്നത്. നമ്മൾ ഒട്ടും പ്രിസർവേറ്റീവ്സ് ചേർക്കണില്ല. വിനാഗിരി തന്നെ പേരിന് മാത്രമാണ് ഒഴിക്കണുള്ളൂ. മുളക് പൊടി പൊടിപ്പിച്ചതാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ അങ്ങനെ പരമാവധി ഇട്ടാൽ പിന്നെ എല്ലാത്തിലും നമുക്ക് മായില്ലാതൊന്നും കിട്ടില്ല. എന്നാൽ എൻ്റെ പരമാവധി ഞാനതിൽ ഒരു പ്രിസർവേറ്റീവ്സും ചേർക്കാത്ത ഒരു രീതിയിലാണ് നമ്മൾ അച്ചാർ തരുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു കയ്പ്പ് ചിലപ്പോൾ ഉണ്ടാവും കേട്ടോ നാരങ്ങാച്ചാറിൽ. എനിക്ക് ആ കയ്പ്പ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് പോട്ടെ, വഴി തിരിഞ്ഞു പോയി നമ്മൾ. അപ്പോൾ ഒരുപാട് താങ്ക്സ് കേട്ടോ. തോളൂരിൻ്റെ പുളിഞ്ചൊക്കെ ഞാൻ കഴിച്ചു നോക്കി, എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. പിന്നെ എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞതിനും സെയിൽ തന്നതിനും ഒക്കെ 1 കിലോ വാങ്ങിച്ചിട്ട് വീണ്ടും 1 കിലോ ഓർഡർ ചെയ്തവരൊക്കെ ഉണ്ട്. അപ്പോൾ ഒരുപാട് താങ്ക്സ്. അപ്പോൾ അതാ പിറ്റേ ദിവസം കൊടുക്കാനുള്ള സാരിയാണ് ഇത്. കഴിഞ്ഞ കൊല്ലം എനിക്ക് വന്ന ഓണക്കോടിയാണ്. കഴിഞ്ഞ കൊല്ലം എനിക്കിത് കൊടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞാനിതിൻ്റെ ബ്ലൗസ് തയ്പ്പിച്ചിട്ട് ഒരു ദിവസം ഏതോ അമ്പലത്തിലേക്ക് പോയി കൊടുത്തു. അന്ന് ബ്ലൗസ് പീസ് മുറിച്ച് മാറ്റാണ്ട് കൊടുത്തിട്ട് എന്തോ പോലെയായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ആദ്യം തന്നെ അളന്ന് അതിൻ്റെ ബ്ലൗസ് പീസ് മാറ്റി വെച്ചു. ഇതൊക്കെ എനിക്ക് തയ്പ്പിക്കണമെന്നുണ്ട്, നടക്കുമെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. പിന്നെ ഈ പാലക്കമാല ഞാൻ ഇതുവരെയും കഴുത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നില്ല, ആദ്യമായിട്ടാണ് ഒന്ന് പുറത്തേക്ക്. ഇത് ഭയങ്കര ആർഭാടം പോലെ എനിക്ക് ഫീൽ ചെയ്യായിരുന്നു. പക്ഷേ എല്ലാവരും ഇടുന്ന മാലകളൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നി അതൊന്നും ഒരു ആർഭാടമല്ലാന്ന്. അങ്ങനെ ആ പാലക്കമാലയാണ്, വലിയ പാലക്കമാലയാണ് ഇപ്രാവശ്യം ഞാൻ ഇട്ടത്. അതിന് ചേർന്ന കമ്മലും വളയും ഒക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ.
പിന്നെ വീഡിയോയിൽ കാണിച്ചില്ല അല്ലേ ആ വള. പിന്നെ വൈകുന്നേരം വന്ന് നമുക്കവിടെ ഒരു അച്ചാർ കൊടുക്കാണ്ടായിരുന്നു. അവർ കാറിൽ ഇങ്ങോട്ട് വന്നിട്ട്, അപ്പോൾ അവർ കാറിൽ വെട്ടുകാടക്ക് വന്നു. അങ്ങനെ അച്ചാറും കൊടുത്തു. അങ്ങനെ എല്ലാവർക്കും ഇപ്രാവശ്യം ഓണത്തിന് മുന്നേ കയ്യിലേക്ക് കിട്ടിയ അച്ചാറൊക്കെ ആദ്യത്തിന് ഷർട്ട് എടുക്കാൻ പോയതാണ് കേട്ടോ. പിന്നെ അമ്മയ്ക്കൊരു ഉടുപ്പും കൂടി വാങ്ങിച്ചു. അങ്ങനെ അത് കൊടുത്തു. പിന്നെ എനിക്കായിരുന്നു ഏറ്റവും കൂടുതൽ കേമം എന്ന് പറയാം. ഒരു ചുരിദാറിൻ്റെ ടോപ്പ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു, പിന്നെ ഒരു ബ്ലൗസ് എടുത്തിട്ടുണ്ടായിരുന്നു, പിന്നെ ആങ്ങളേരെ വക ഒരു ചുരിദാറുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എനിക്കായിരുന്നു കുറച്ച് കൂടുതൽ എന്ന് പറയാം. അപ്പം ഞാൻ ഓണം അണിയാനുള്ള അരിയൊന്നും വെള്ളത്തിലിട്ടുണ്ടായിരുന്നില്ല, അരയ്ക്കാനുള്ളത്. അപ്പം ഞാൻ കുറച്ച് പത്തിരിപ്പൊടി എടുത്ത് അരച്ച് ഇതാക്കി നോക്കിയപ്പോൾ വലിയ കുഴപ്പമില്ല. പിന്നെ കുറച്ച് ചെമ്പരത്തിയിലാണ് ഇപ്രാവശ്യം അരച്ചത്. ഏതോ ഒരു വീഡിയോയിൽ കണ്ടതാണ്. കുഴപ്പമില്ല, ചെമ്പരത്തിയില അരയ്ക്കണമുണ്ട്. പക്ഷേ പച്ച കളറായിട്ടാ, നമ്മുടെ നല്ല വൈറ്റ് കളറിലല്ലേ നമുക്ക് ആ ഒരു മാവ് കിട്ടേണ്ടത്. പിന്നെ രണ്ടാമത് ഞാൻ വെണ്ടയ്ക്ക് ഒടിച്ചു കൂട്ടാൻ അങ്ങനെയൊന്നും നിന്നില്ല. ഇങ്ങനെയാണോ തൃശ്ശൂർക്കാർ ഓണം കൊള്ളണമെന്ന് ചോദിച്ചാൽ എൻ്റെ അച്ഛനും അമ്മയും ചെയ്യണ അത്രയ്ക്ക് പെർഫെക്ഷനിലൊന്നും എനിക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. അതിൻ്റെ കാരണം ഞാൻ ഉത്രാടത്തു നിന്ന് വൈകുന്നേരം വരെ നമ്മൾ ജോലി സ്ഥലത്തായിരുന്നു. 5 മണി 6 മണി അങ്ങോട്ടായി ഇവിടെ എത്തിയപ്പോൾ. 5 മണി അങ്ങോട്ടായി. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണല്ലോ നമ്മളെല്ലാം ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റേതായ പോരായ്മകളാണ് ഈ വീഡിയോയിലുള്ളത്. എൻ്റെ അമ്മ ചെയ്യണം അതേപോലെയൊക്കെ തന്നെയാണ് ഞാൻ ചെയ്യാൻ ശ്രമിച്ചിരിക്കുന്നത്. ഇത് ശരിക്കും നൂല് വെച്ചിട്ട് ഇങ്ങനെ നല്ല ഭംഗിയിൽ അണിയാറുണ്ട്. അപ്പോൾ ചേട്ടനോടൊന്ന് വെറുതെ ഒന്ന് പുള്ളി കുത്തി തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ചേട്ടൻ കുത്തിയിട്ടൊന്നും ശരിയാവണില്ല. അപ്പം ഞാൻ പിന്നെ വെറുതെ കോരി ഒഴിക്കാമെന്ന് വെച്ചു. ഞങ്ങളുടെ വീട്ടിലൊന്നും അങ്ങനെ ചെയ്യില്ല. ശരിക്കും നല്ല ഭംഗിയിൽ ഓണം പുള്ളി കുത്തി എടുക്കാറുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് സമയമില്ലാത്തതിൻ്റെ പേരിൽ നമ്മളത് വേണ്ടാന്ന് വെച്ചു. പിന്നെ എത്ര സമയം നമുക്കങ്ങനെ കാത്തിരിക്കാൻ പറ്റില്ല. അത്രയും ദിവസം ജോലിക്ക് പോയതുകൊണ്ട് നല്ല ക്ഷീണമുണ്ട്. എങ്ങനെയും പിന്നെ അച്ചാറിൻ്റെ പണിയും ഒക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ വേഗം അട ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. ഉപ്പിടാത്ത മധുരമിടാത്ത നാളികേരം മാത്രം വെച്ച പൂവട എന്നാണ് പറയുക നമ്മളിവിടെ. അങ്ങനെ നാളികേരം അടയാണ് ഉണ്ടാക്കേണ്ടത്. അത് ചുട്ടെടുക്കണം കേട്ടോ. പുഴുങ്ങിയല്ല എടുക്കുക, ചുട്ടെടുക്കണം. അതാണ് ഇവിടുത്തെ ഒരു രീതി. ഓരോ സ്ഥലത്തും ഓരോ രീതിയും ഒക്കെ വ്യത്യാസം ഉണ്ടെന്ന് അറിയാം. നമ്മൾ കേരളത്തിൽ തന്നെ ഓരോ ജില്ലയിലും ഓരോ തരത്തിലാണെന്നൊക്കെ എനിക്കറിയാം കേട്ടോ. ഇവിടെ നിന്ന് കുറച്ച് വ്യത്യാസമുണ്ട് അനന്തപുരത്തെ കാര്യങ്ങൾ ചെയ്യണത് തന്നെ. അപ്പം പിന്നെ എന്നെ അറിയാമല്ലോ. അപ്പം അങ്ങനെ വേഗം ചൂടുവെള്ളം ഒഴിച്ച് അട ഉണ്ടാക്കിയപ്പോൾ ഞാൻ പിന്നെ എല്ലാവർക്കും ഓരോന്നും അങ്ങോട്ട് ഉണ്ടാക്കി കേട്ടോ. എപ്പോഴും ഇപ്പോൾ പിള്ളേർക്ക് പലഹാരത്തിനോട് ഇത്തിരി പ്രിയം കൂടുതലാണ് ചോറിനേക്കാളും. അപ്പം ഞാൻ എല്ലാവർക്കും ഉള്ളതും കൂടി ഉണ്ടാക്കി. ശ്രീകുട്ടനും അധികം പാൽ നാളികേരം അധികം കഴിക്കാൻ പാടില്ല. പക്ഷേ അപ്പോൾ അതൊന്ന് തട്ടിക്കളഞ്ഞൊക്കെ കഴിച്ചു. പിന്നെ ഞാൻ അഴിഞ്ഞപ്പോൾ കണ്ടില്ലേ, ഇതൊക്കെ നല്ല ഭംഗിയിൽ അണിയണം കേട്ടോ. പക്ഷേ അമ്മയൊക്കെ അന്ന് ചെറുകിഴങ്ങുണ്ടല്ലോ, ചെറുകിഴങ്ങാണ് ഇതിൻ്റെ കൂടെ അരച്ച് കൂട്ടുക. അത് നല്ല ഭംഗിയിൽ നമുക്ക് സെറ്റാക്കി കിട്ടും കേട്ടോ. ഇതേപോലെ 3 പ്രാവശ്യം അണിയണം. അതേപോലെ തന്നെ 3 പ്രാവശ്യമൊക്കെ. അതൊന്നും ഞാൻ അത്രയൊന്നും പെർഫെക്റ്റ് ആയില്ല. എന്താ വെച്ചാൽ നമ്മുടെ മാവ് അത്ര നല്ലതൊന്നുമല്ലല്ലോ. അങ്ങനെ ഒരു പലക വെച്ചു, അതും അണിഞ്ഞു. ഒരില കിഴക്ക് തിരിച്ച് അതും വെച്ചു, വിളക്കൊക്കെ വെച്ചു. പിന്നെ ഇത് ചെയ്യണ ഓർഡറൊക്കെ ശരിയാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പറയണ പോലെ തന്നെയാണ് ചേട്ടനും ചെയ്യുക. ചേട്ടന് അത്രയ്ക്ക് അങ്ങോട്ട് വശമൊന്നുമില്ല. ഞങ്ങൾക്ക് അറിയണ പോലൊക്കെ തന്നെ അച്ഛനമ്മമാർ ചെയ്യണ പോലൊക്കെ തന്നെ അങ്ങോട്ട് ചെയ്തു. ആദ്യം തന്നെ ഉണത്തപ്പനെ കൂട്ടിക്കെട്ടി, ഇനി വീഴുണ്ടല്ലോ, പിന്നെ തുളസി വെച്ചു. പിന്നെ മുസാണ്ട തുമ്പപ്പൂവും മുക്കുറ്റിപ്പൂവാണ് ഇടേണ്ടത്. അത് എനിക്ക് കുറച്ചേ കിട്ടിയുള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് മുസാണ്ട കൊണ്ട് നന്നായിട്ട് ഇട്ട് അതിൻ്റെ മുകളിൽ മുസാണ്ട വെക്കാൻ പാടില്ല എന്ന് പറയണവരുണ്ട്. പക്ഷെ അത് വെക്കുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പം ഞാനത് വെച്ചു. നമ്മുടെ വീട്ടിലുള്ള പൂവ് അതാണ്. സെണ്ടുമല്ലിയൊക്കെ വെക്കണില്ലേ, പിന്നെന്താ മുസാണ്ടയ്ക്ക് കുഴപ്പം. അപ്പം ഞാനങ്ങനെ അതൊക്കെ വെച്ച് അതിൻ്റെ മുകളിൽ മുക്കുറ്റിയും തുമ്പപ്പൂവൊക്കെ ഇട്ട് പിന്നെ അടയും പഴവും ഒക്കെ വെച്ചു കേട്ടോ. എല്ലാതൊന്നും ഈ വീഡിയോയിൽ കാണിക്കാൻ പറ്റിയിട്ടില്ല. അഷ്ടകാന്തം വെച്ചു, ചന്ദനത്തിരി കത്തിച്ചു, പിന്നെ നമ്മളങ്ങനെ പൂജിച്ച് വിളക്കൊക്കെ കത്തിച്ചു. അവസാനമാണ് നാളികേരം ഉടച്ച്. പിന്നെ നമ്മൾ അതിലൊരു ചെത്തിപ്പൂവിൻ്റെ ഒരു എതളാണ് ഇടുക. ഞാൻ തുളസിയാണ് ഇട്ടത്, ചെത്തിപ്പൂവ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളത് അത് ഓർഡറിനനുസരിച്ച് നമ്മൾ അടുത്ത കൊല്ലം എന്നാണ് പറയുക. അപ്പോൾ കരയ്ക്ക് കയറി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുഴപ്പമില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. നടുകിടൽ ആ നടുക്ക് കിടന്ന് തിരികാൻ വെച്ചാൽ നമ്മൾ കഷ്ടപ്പാട് ഇനി ഉണ്ടെന്നാണ് അർത്ഥം എന്നാണ് അച്ഛൻ പറയുക. അപ്പോൾ അത് ആലോചിച്ചിട്ട് ഞാനൊന്ന് ഇട്ട് നോക്കൂ കേട്ടോ. അതൊരു എന്താ പറയുക, ഒരാഗ്രഹം അത്രയല്ലേ ഉള്ളൂ. നമ്മുടെ ഭാവി എന്താവുമെന്ന് നമ്മൾ വിചാരിക്കണ പോലെ ഒന്നും ആവില്ല, അത് വേറെ കാര്യം. ചേട്ടാ ഇപ്രാവശ്യം കുറച്ചും കൂടി കടലാസ് പൂവൊക്കെ മേടിച്ചു. അത് കഴിഞ്ഞ കൊല്ലം നമ്മൾ ഓണത്തപ്പന നിറയെ മുസാണ്ടയല്ലേ വെച്ചത്. ഇപ്രാവശ്യം കുറച്ചും കൂടിയൊക്കെ വാങ്ങിച്ച് നിറയെ കുത്തി വെച്ചു കേട്ടോ. പിന്നെ നമ്മുടെ മുറ്റത്തും മാവേലി തമ്പുരാനെ സ്വാഗതം ചെയ്യാനായിട്ട് മുറ്റത്തും ഒരു ഓണത്തിന് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ ചേട്ടൻ ആർപ്പോ വിളിക്കുന്നതാണ് കേൾക്കണം. വളരെ പതുക്കെയാണ് കേട്ടോ. ആദ്യത്തിനൊന്നും ഇല്ലാത്ത എൻ്റെ ഒരു വിഷമത്തിൽ. ആദ്യം പണ്ടൊക്കെ എന്ന് വെച്ചാൽ വന്ന് വിളിക്കാറുണ്ട്, ഇപ്പം ഒന്നും വിളിക്കുന്നില്ല.
ഇത്രയുള്ള ഇറോ 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 എന്നൊക്കെ പറഞ്ഞ് കളിക്കാനും. അങ്ങനെ ഓണം കൊണ്ട് കഴിഞ്ഞപ്പോഴേക്കും നല്ല മഴ പെയ്തു. അങ്ങനെ തിരുവോണത്തിന് കുറച്ച് നേരമൊക്കെ മഴ ഒഴിവുണ്ടായിരുന്നു അല്ലേ, വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. ഹാപ്പി ഓണം. തിരുവോണ ദിവസത്തെ വിശേഷങ്ങളുമായിട്ട് തിങ്കളാഴ്ച വരാം.